അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ചെറിയ സൂറത്തുകൾ ഓതി തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ തുടരുമ്പോ അദ്ദേഹം സൂറത്ത് ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതൽ എന്ന ശ്രേഷ്ഠമായ സുന്നത്ത് എടുക്കാൻ നിന്നാൽ നമുക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇമാമ് ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം ഇമാമിന്റെ പുറകിലായിട്ട് ഫാത്തിഹ ആരംഭിച്ചാൽ അങ്ങനെ ആരംഭിക്കാൻ പറ്റുമോ? അങ്ങനെ ആരംഭിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആരംഭിക്കുമ്പോൾ ഇടക്ക് നമ്മുടെ ഫാത്തിഹയുടെ ഇടക്കായിരിക്കും ഇമാമിന്റെ വലല്ലാലീൻ വരിക. അപ്പൊ ആമീൻ പറയൽ സുന്നത്തുണ്ട്. ആ ആമീൻ പറഞ്ഞാൽ ഫാത്തിഹയുടെ നിബന്ധനയിൽപ്പെട്ടതാണ് ഫാത്തിഹ തുടർച്ചയായിട്ട് ഓതണം, അതിന്റെ ഇടയിൽ ഒന്നും വരാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഫാത്തിഹയുടെ തുടർച്ച മുറിഞ്ഞു പോവോ ആമീൻ പറഞ്ഞാൽ എന്നാണ്. ആമീൻ പറഞ്ഞാൽ ഫാത്തിഹയുടെ തുടർച്ച മുറിയില്ല. കാരണം അത് ആ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും പിന്നെ അനിവാര്യമായി വരുന്നതുമായ ഒരു സംഗതി ആയതുകൊണ്ട് ആ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന നിലക്ക് അത് തുടർച്ചയെ മുറിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ഒന്ന് ഫാത്തിഹയുടെ അടിയിൽ വന്നാൽ അതിനെന്താവും തുടർച്ച മുറിഞ്ഞു. ഉദാഹരണം, ഒരാള് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണമെങ്കിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയല് സുന്നത്തൊക്കെ തന്നെയാണ്. പക്ഷെ ആ സുന്നത്ത് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ ആദ്യം മുതൽ ആരംഭിക്കണം. കാരണം തുമ്മിയാ അൽഹംദുലില്ലാ പറയാന്നുള്ളത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഒരു മസലയല്ല, മനസ്സിലായില്ല. അതേ സമയത്ത് ഇമാമ് വലല്ലാലീൻ പറഞ്ഞാൽ ആമീൻ പറയാന്നുള്ളത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട മസലയാണ്. അതുകൊണ്ട് അതനുസരിച്ച് ആമീൻ പറയുകയും നേരത്തെ ഓതി വെച്ചതിന്റെ ബാക്കി പിന്നീട് തുടർന്ന് ഓതുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.